ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ മികച്ച കളക്ഷൻ നിലയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തായ്ക്കളവി എന്ന തമിഴ് സിനിമ തന്നെയാണ്. നവാഗതനായ ശിവകുമാർ മുരുകേശൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ രാധിക ശരത് കുമാർ, മുനീഷ് കാന്ത്, അരുൾ ദോസ്, സിംഗംപുലി, ബാലശരവണൻ, ഇളവരശു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 9ാം ദിവസം ഇന്നലെ ശനിയാഴ്ച തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 4,80,00,000 രൂപയായിരുന്നു. അങ്ങനെ 9 ദിവസം കൊണ്ട് 32,89,00,000 രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി സ്വന്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 2,50,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 35 ലക്ഷം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 43 ലക്ഷം എന്നിങ്ങനെ 36,17,00,000 രൂപയാണ് 9 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്തും വമ്പൻ തരംഗമായി ഈ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 9 ദിവസം കൊണ്ട് $7,93,000 കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 7,29,00,000 രൂപ. അങ്ങനെ 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 43,46,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 10ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ 6-7 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 50 കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്നതുമാണ്. നിലവിൽ 9 ദിവസത്തെ ഷെയർ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലോകമെമ്പാടുമായി 19,20,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 9 കോടി മാത്രമാണ്. 2025 ബോളിവുഡിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ, അതായത് 1,350 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായിരുന്നു ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യദർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 2ാം ഭാഗമായ ദുരന്തർ 2 മാർച്ച് 19 ഈദ് റിലീസായാണ് തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമയുടെ പ്രീ റിലീസ് അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് രാവിലെ 10 മണിയോടെ പുറത്തു വന്ന കളക്ഷൻ ഡാറ്റ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ 3,12,00,000, ഡൽഹിയിൽ 2,98,00,000, കർണാടകയിൽ 1,71,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 97 ലക്ഷം, രാജസ്ഥാൻ 40 ലക്ഷം, തമിഴ്നാട് 49 ലക്ഷം, കേരളത്തിൽ 28 ലക്ഷം, വെസ്റ്റ് ബംഗാൾ 39 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യ 1,33 ലക്ഷം എന്നിങ്ങനെ 12,55,00,000 രൂപയാണ് ഇന്ന് രാവിലെ വരെയുള്ള ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.32 മില്യൺ, അതായത് 12,13,00,000 രൂപയും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 24,68,00,000 രൂപയാണ് ഇന്ന് രാവിലെ വരെ മാത്രം ഈ സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. ഇനി മലയാള സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ജിത്തു സതീശൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മാർച്ച് 6 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് കുമാർ, അസ്കർ അലി, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 25,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് 43,50,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 69 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 3ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1,10,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,40,00,000 റേഞ്ചിലുമാണ്. ഫെബ്രുവരി 27 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മസ്തിഷ്ക മരണം. കൃഷാന്ത് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രജീഷ വിജയൻ, നിരഞ്ജൻ മണിയമ്പിള്ള രാജു, ദിവ്യപ്രഭ, ജഗദീഷ്, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 2,31,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 10ാം ദിവസമായ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2,50,00,000 റേഞ്ചിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,25,00,000 റേഞ്ചിലുമാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ മലയാള സിനിമയാണ് പ്രകമ്പനം. സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക സുകുമാരൻ, അസീസ് നിർമ്മങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 37 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 15,04,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 38ാം ദിവസം എന്ന ഞായറാഴ്ച കേരളത്തിൽ ഈ സിനിമ 8-10 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ കേരളത്തിൽ 15,12,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 23 കോടിക്ക് മുകളിലുമാണ്. റിയാസ് മാരാത്ത് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായ ഈ സിനിമ ആദ്യ 30 ദിവസം കൊണ്ട് കേരളത്തിൽ 3,41,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 31ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 4 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3,45,00,000 റേഞ്ചിലാണ് 31 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,50,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.